വെള്ളയപ്പം കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ അരി എടുക്കുക. അരി കണ്ടില്ലേ, അരി എടുക്കുക. എന്നിട്ട് ഇതൊരു 3-4 തവണ നന്നായിട്ട് കഴുകണം കേട്ടോ. ഇതിനകത്ത് നല്ല അഴുക്കുണ്ടാവും. ശേഷം അരി ഒരു പാത്രത്തിൽ ഒരു 3-4 തവണ കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് കണ്ടില്ലേ വെള്ളം ഒഴിച്ച് ഒരു 12 hours വെക്കേണ്ടതായിരിക്കുന്നു. പാത്രം അടച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് ഒരു 12 മണിക്കൂർ കഴിയുമ്പം ഇതെടുത്ത് അരച്ച് റെഡിയാക്കാം കേട്ടോ. ഒരു സോഡാപ്പൊടിയും ചേർക്കാത്ത നല്ല അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അരമുറി തേങ്ങ എടുക്കണം കേട്ടോ. അരമുറി തേങ്ങ തിരകിയതാണ് കേട്ടോ. അഥവാ കഴിഞ്ഞ് വീട്ടിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. പിന്നെ കഴുകി വെച്ചേക്കുന്ന അരി മിക്സിയുടെ ജാറിലിട്ട് ആ തേങ്ങ എടുക്കുക. ഒരു കൈ കണ്ടോ, ഒരു കൈ ചോറെടുക്കുക. പിന്നെ നമ്മൾ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ആ അരിയും കൂടി ജാറിലിട്ട് ഇട്ട് കൊടുക്കുക. വെള്ളമേ ആകാൻ പാടുള്ളൂ, അതിൽ കൂടുതലാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അരി, ചോറ്, തേങ്ങ ഇത് 3ഉം കൂടെ മിക്സ് ചെയ്ത് ഞാൻ അരയ്ക്കാൻ പോവാണേ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല മെഴുകു പോലെ അരയണേ. നല്ല മെഴുകു പോലെ അരയണം. ഒട്ടും കെട്ടി കിടക്കാൻ പാടില്ല. അത് ഇതിനകത്ത് ചെറിയ ചെറിയ കുമ്മളകൾ കണ്ടില്ലേ, അതുപോലെ നല്ല മെഴുകു പോലെ അരയണേ. പൊന്തി മുകളിലോട്ട് വരണ്ടാന്ന് കരുതി ഞാൻ ചരുവത്തിലിറക്കി വെച്ചിരുന്നത് കേട്ടോ. കണ്ടോ, അത്യാവശ്യം പൊന്തി ബാറ്റിൽ റെഡി ആയിട്ടുണ്ട്. വൃത്തിയുള്ളൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അടച്ച് വെക്കുക കേട്ടോ. രാവിലെ എല്ലാം എടുക്കാൻ പറ്റുള്ളൂ. ഒരു 8 hours കൂടി ഇതിരിക്കണമെങ്കിൽ ഇത് നന്നായിട്ട് പുളിച്ച് വരുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു വലിയ പാത്രത്തിൽ വേണം ഇതെടുക്കാൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പുളിച്ച് പൊങ്ങുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ പുളിച്ച് പുറത്തോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ബാറ്റിൽ നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാലോ അല്ലെങ്കിൽ നല്ല മിൽക്കോ അതിൻ്റെ കൂടെ ഇച്ചിരി പനങ്ങൾക്കണ്ടൊക്കെ ഉപയോഗിച്ച് കുറുക്കി കുടിക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ. ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. ചിക്കൻ്റെ പാനിൽ അപ്പം ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, പാൻ നല്ലപോലെ ചൂടായ ശേഷം മാത്രമേ മാവ് കോരി ഒഴിക്കാൻ പാടുള്ളൂ. ഇതുപോലുള്ള തവികൾ വേണം ഉപയോഗിക്കാൻ. സ്റ്റീലിൻ്റെ തവി ഒരു കാരണവശാലും നമ്മൾ എടുക്കാൻ പാടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പോറൽ വീഴും. നോൺ സ്റ്റിക്കിൻ്റെ പാനിനകത്ത് പോറൽ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം റെഡി ആയിട്ടുണ്ടേ. പിന്നെ അപ്പം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള തവിയോ തടിയുടെ തവിയോ ഉപയോഗിക്കാവോ കേട്ടോ. അല്ലെങ്കിൽ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാൻ പെട്ടെന്ന് കേടായി പോകും കേട്ടോ. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേട്ടോ, ഒരു സോഡാപ്പൊടിയും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കടുപ്പമുള്ള ചായയാണ്. നല്ല ആവി പറക്കുന്ന ചൂടപ്പവും ഗ്രീൻ പീസ് കറിയും ചായയുമാണ് ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡിഷ്.